ഗൈസ്, പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ ഫിനിഷിങ് ആക്കിയിട്ടുള്ള ഒരു കാളയാണ് ഉള്ളത്. ഇത് ഏകദേശം ഒരു 32 സെൻറ്റിമീറ്ററിനടുത്ത് വരുന്നുണ്ട്. മൊത്തത്തിൽ അതിൻ്റെ ആർച്ച് പൊക്കിയിട്ടുണ്ടെങ്കിൽ ഒരു കുഞ്ഞി കാളയാണ് കേട്ടോ, കുഞ്ഞി കാളയാണ്. ഇത് കുറച്ച് ഡിഫറെൻ്റ് ആയിട്ട് ഒരു കുഞ്ഞൊരു സാധനത്തിന് ചെയ്യണമെന്ന് നല്ല ആഗ്രഹം ഉണ്ടായിരുന്നു. അപ്പോൾ മുമ്പ് ചെയ്തു വെച്ചൊരു സാധനത്തിൽ കുറച്ച് വ്യത്യാസങ്ങളൊക്കെ വരുത്തിയുള്ളതാണ്. ഇതിനു മുമ്പ് നമ്മൾ ചെയ്തു വെച്ചിട്ടുള്ള വേറൊരു കാളത്തല ഞാനിവിടെ വെച്ചിട്ടില്ല കേട്ടത്. ആ കാളത്തല നമുക്ക് അറിയാവുന്നതാണ്. കാളത്തലകൾ നമ്മൾ ആവുന്നതിനനുസരിച്ച് ഇപ്പോൾ ഇത് ഫൈബറിൻ്റെ കാളത്തലയാണ്. ഇത് പെയിൻ്റ് അടിച്ച് വൃത്തിയാക്കാനൊക്കെ ഉണ്ട്. അപ്പോൾ ഇതാണ് നമ്മുടെ ഇപ്പോൾ ഉള്ള ലേറ്റസ്റ്റ് സാധനം. ഇപ്പോൾ കാളത്തലകൾ കുട്ടിക്കാളകളൊക്കെ വേണ്ട ആളുകളൊക്കെ മെസ്സേജ് അയക്കുക, വിളിക്കുക, എന്തെങ്കിലും ചെയ്യാൻ നമ്പർ നമ്മുടെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്, വാട്സപ്പ് നമ്പർ. അതിൽ കോൺടാക്റ്റ് ചെയ്യാം. ഇത് കീരിക്കാട് എന്നാണ് ഈ ഒരു കാളത്തളുടെ പേര്. ഏകദേശം അത് നമ്മൾ സൈഡിൽ നിന്നൊക്കെ നോക്കിയിട്ടുണ്ടെങ്കിൽ ഒരു ബാബുവേട്ടൻ്റെ കളയുമായിട്ട് ഏകദേശം സാമ്യം എവിടെയൊക്കെ ഉണ്ട് എന്ന് തോന്നണം എന്ന് ചിലർ പറഞ്ഞിട്ടുണ്ട്. ഇത് മൊത്തം നമ്മളിത് കൊടുക്കുന്ന സമയത്ത് കംപ്ലീറ്റ് പെയിൻറ്റും അടിച്ചിട്ടാണ് നമ്മളിത് കൊടുക്കുന്നുണ്ടായിരിക്കുക. ഇത് ഏകദേശം വലിപ്പം വരുന്നത് ഒരു എത്ര പേരുണ്ടാവും, ഒരു 18 സെൻറ്റിമീറ്ററോളം, 20 സെൻറ്റിമീറ്ററോളം വലിപ്പം വരുന്ന കളത്തലയാണ് ഇത്. ഇതിൻ്റെ കൊമ്പ് മാറ്റിയിട്ട് നമ്മൾ വേറൊരു രീതിയിൽ, ഈ ഒരു കൊമ്പിൽ വരുന്ന സമയത്ത് ഇത് വേറൊരു രീതിയിലുള്ള ഒരു സാധനമായി മാറും. കുറച്ചുകൂടി നീളമുള്ള ഒരു തലയായിട്ട് മാറും. അതുപോലെ തന്നെ ഇത് കൊമ്പ് വയ്ക്കുന്ന സമയത്ത് ഇത് ഏകദേശം ഒരു 16 സെൻറ്റിമീറ്ററിനടുത്ത്. ഇതാണ് നമ്മൾ ഇതുവരെ ഉണ്ടാക്കിയതിലെ കുഞ്ഞൻ ആണ് ഈ സാധനം. ഇത് ജസ്റ്റ് ഞാൻ ചുമന്ന് പെയിൻ്റ് അടിച്ച് വെച്ച് മാത്രമേ ഉള്ളൂ കേട്ടോ. ഇതല്ല, ഇങ്ങനെയൊന്നല്ല അതിൻ്റെ ഡിസൈൻ വരും, അതൊക്കെ മാറും. ചുമ്മാ ഞാൻ കൈ പിടിക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ ആക്കിയെന്ന് മാത്രം. ഇത് നമ്മുടെ പണി കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് ഞാൻ ജസ്റ്റ് ഒന്ന് ഷേപ്പ് മാറ്റി വെച്ചിട്ടുള്ളൊരു സാധനമാണ്. ഇതിങ്ങനെ ഉരച്ച് വൃത്തിയാക്കിയിട്ടും സംഭവങ്ങളൊന്നുമില്ല. ഇത് കുറച്ച് ഡിഫറെൻ്റായ രീതിയിലുള്ള ചെയ്യാവുന്ന, അതായത് ഓരോ ഒരു കളത്തലാണ്, ഓരോന്നും ഓരോ തരത്തിൽ ആക്കണമെന്ന് ആഗ്രഹമുണ്ട്. പടയപ്പ, കീരിക്കാടൻ, അങ്ങനെയുള്ള പലതരത്തിലുള്ള അമ്പത്തൂർ സിംഗത്തിൻ്റെ വീഡിയോ നമ്മൾ ഇതിനു മുമ്പ് ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് കൊമ്പൊക്കെ ബാക്കിലേക്ക് വളഞ്ഞിട്ടുള്ള ഒരു കാളുണ്ടല്ലോ, അത് 30 സെൻറ്റിമീറ്ററിനടുത്ത് നീട്ടുണ്ടായിരുന്നു. ഇത് 30 സെൻറ്റിമീറ്ററിനടുത്ത് വലിപ്പം വരും കേട്ടോ. ഇത് നമ്മുടെ ഉടല്, ഞാനന്ന് പിന്നെ അതിൽ ഉടലിൽ പണിയെടുത്തിട്ടൊന്നുമില്ല. ആ ഒരു ഉടലിൻ്റെ ഒരു സാധനമാണ്. ഇതിൽ പണിയെടുക്കാനൊക്കെ ഉണ്ട്. ഇത് ഈ ഉടലും ഇതിൻ്റെ ആർച്ചും ഒക്കെ വെച്ചിട്ട് വേറെ കോലത്തിലാക്കാനുള്ള ഒരു പ്ലാനാണ്. ഇത് വേണമെങ്കിൽ ഇത് ഈ തലയൊക്കെ ഇതിലേക്ക് സെറ്റാകും. അപ്പോൾ ഒരു ഭീമകാരനായ ഒരു കുട്ടിക്കാളയായിട്ട് ഇത് മാറും. ഇത് നമ്മളുണ്ടാക്കിയിട്ടുള്ള കുട്ടിക്കാള, ഇത് ചെറിയ സാധനമാണത്. കുറച്ച് ക്യൂട്ട് ആക്കാവുന്ന രീതിയിലുള്ള ഒരു സാധനമാണ് ഉദ്ദേശിച്ചിട്ടുള്ളത്. ഇത് ഇങ്ങനെയാണ്. ഇതിൻ്റെ ആർച്ച് ഇതൊക്കെ ഒറ്റതായിട്ട് ഇങ്ങനെ വെച്ചിട്ടുള്ളത്, ഷോക്കേസിൽ വെക്കാനും അങ്ങനെ ടേബിളിലൊക്കെ വെക്കാവുന്ന രീതിയിലുള്ള സാധനം. നമ്മൾ ഇനിയും ഇതിനേക്കാൾ ചെറുതും വലുതൊക്കെ ആയിട്ടുള്ള കാളകളൊക്കെ ഇനി വരും. ഇങ്ങനെ ഒരു സാധനമാണത്. ഇങ്ങനെയാണ് സംഗതി. ഓക്കെ, ഇതാണ് കാള. അപ്പോൾ ഫൈബർ കാളത്തലകൾ വേണ്ട ആളുകൾ പറയാം. നമ്മളിത് ഓരോ സാധനം ഫൈബർ അടിക്കുന്നതിനനുസരിച്ചിട്ട് വീഡിയോസൊക്കെ ചെയ്യുന്നതായിരിക്കും. അതിൻ്റെ പെയിൻറ്റിംഗ് ഒന്നും ചെയ്തില്ല, അത് കുറച്ച് വൃത്തിയാക്കാനും സാധനങ്ങളൊക്കെ. ഇതാണ് നമ്മുടെ കീരിക്കാടൻ, ഇതാണ് നമ്മുടെ ലേറ്റസ്റ്റ് ഇപ്പോൾ ഉള്ള കീരിക്കാടൻ. അപ്പോൾ കീരിക്കാടനെ വേണ്ട ആളുകളൊക്കെ മെസ്സേജ് അയക്കുക. അതേപോലെ നമ്മുടെ അമ്പത്തൂർ സിംഗത്തിൻ്റെ വീഡിയോ ഇതിനു മുമ്പ് നമ്മൾ ചെയ്തിട്ടുണ്ടായിരുന്നു. അമ്പത്തൂർ സിംഗം എന്നുള്ള പേരിൽ ചെയ്തിട്ടുണ്ടോയെന്ന് അറിയില്ല. നമ്മൾ ഇൻസ്റ്റാഗ്രാമിൽ യൂട്യൂബിലൊക്കെ നമ്മൾ ചെയ്തിട്ടുണ്ട്. അതാണ് നമ്മുടെ ആദ്യത്തെ കാളത്തല ഉണ്ടായിരുന്നത്. ആദ്യം നമ്മൾ ഫൈബർ അടിച്ച കാളത്തല. ഓരോ കാളയ്ക്കും ഓരോ തരത്തിലുള്ള കൊമ്പ്, ഓരോ തരത്തിലുള്ള ചെവി, അതേപോലെ ഓരോ ഷേപ്പ്, ഓരോ സ്ട്രക്ചർ, ഓരോ തരത്തിൽ വെയിന്, അങ്ങനെയൊക്കെ വിചാരിച്ചിട്ട് ചെയ്യാന്നുള്ളൊരു ലെവലിലാണ്. അവിടെ ഉടലിൻ്റെയൊക്കെ ഇത് ഫ്രണ്ടിക്ക് കാലൊക്കെ ഇങ്ങനെ നിർത്തിയുള്ള രീതിയിലുള്ളൊരു സാധനമാണ് ഉദ്ദേശിച്ചിട്ടുള്ളത്. പിന്നെ ചെറിയൊരു ഇതിനെയൊക്കെ ചെറുത് ഒരു കാള ഉണ്ടാക്കാനുള്ള ഒരു പ്ലാനുണ്ട്. ഏകദേശം ഒരു 15 സെൻറ്റിമീറ്ററിനുള്ളിൽ വരാവുന്ന ഫൈബറിൻ്റെ ഒരു സംഗതികൾ. അപ്പോൾ അതൊക്കെ ഞാൻ ഇനി വീഡിയോ ചെയ്യുന്നതായിരിക്കും. അത് ഏകദേശം കോലത്തിലാവുന്നതിനനുസരിച്ചിട്ട്. ഇത് ഇന്നലെ രാത്രി ഇത് കാണുമ്പോൾ ഇത് പ്രത്യേകിച്ചൊന്നും തോന്നില്ല ഇത് എന്താ സംഭവം. പക്ഷേ ഇത് ഉണ്ടാക്കുന്ന ആളുകൾക്ക് മനസ്സിലാവും ഇത് കുറേ ടൈം എടുക്കുന്ന സാധനമാണ്. എന്നാൽ പിന്നെ കുറച്ച് വലുതുണ്ടാക്കുക നല്ലത്, ഈ വലുപ്പത്തിലൊക്കെ ഉണ്ടാക്കുക നല്ലത്. ഈ ചെറുതുണ്ടാക്കുമ്പോൾ എന്താ വെച്ചാൽ അത്
പെയിൻറ്റ് ചെയ്യാനൊക്കെ ഒരു ഇതാണ്. അപ്പോൾ വേറെ എന്തെങ്കിലും ഒരു വഴി ഇതിൽ കണ്ടെത്തണം നമ്മൾ. അപ്പോൾ ഇത് എങ്ങനെ, അപ്പോൾ നമ്മൾ വേറൊരു വീഡിയോ ചെയ്യാം. ഇതിൻ്റെ മേക്കിങ്ങിൻ്റെ ഒക്കെ ഒരു സാധനം എന്ന് വിചാരിക്കണം. ആർക്കെങ്കിലും വീട്ടിൽ കാളേനെ ഉണ്ടാക്കാനൊക്കെ ആഗ്രഹമുള്ള ആളുകളുണ്ടെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളുടേതായ കുറേ സജഷൻസും നിങ്ങളുടേതായ കുറേ ഐഡിയകളും സംഭവങ്ങളൊക്കെ ഉണ്ടായിരിക്കും. അപ്പോൾ ഇതൊക്കെ തന്നെയുള്ള കാര്യങ്ങൾ. അപ്പോൾ ഇതാണ് നമ്മുടെ ഏറ്റവും പുതിയ കള. ഓക്കെ, ഇതിനെന്താ ഇപ്പോൾ പേരിടുക? അതിനെ ലുട്ടാപ്പി എന്നിടാം. ലുട്ടാപ്പി നമ്മുടെ ചെറിയൊരു കാള ഉണ്ടാക്കണമെന്നുണ്ട്, മണിക്കുട്ടൻ. അതൊരു 15 സെൻറ്റിമീറ്ററിനടുത്ത് വലിപ്പമുള്ള ഒരു കുഞ്ഞ് കാള, അതായത് തലയൊക്കെ ഇതിനേക്കാൾ ചെറുതായിട്ടുള്ള ഒരു സംഭവം ഉദ്ദേശിക്കുന്നുണ്ട്. പിന്നെ കുറച്ച് ഗുണ്ടായിട്ടുള്ളൊരു കാള ഉണ്ടാക്കണം. അങ്ങനെ കുറേ പ്ലാനുകളുണ്ട് പല രീതിയിൽ. എന്തായാലും ഇപ്പം നമ്മുടെ കയ്യിൽ പണി കഴിഞ്ഞ കാളത്തലകൾ ഒരു 2-3 ടൈപ്പ് സാധനമുണ്ട്. കീരിക്കാടനുണ്ട്, അമ്പത്തൂർ സിംഗമുണ്ട്, ഒരു പടയപ്പ വരുന്നുണ്ട്. ഇതിൽ കൊമ്പ് കുറച്ച് തടി കൂട്ടി നീട്ടം കൂട്ടിയുള്ള വേറൊരു ടൈപ്പ് സാധനമൊക്കെ വരുന്നുണ്ട്. അപ്പോൾ വേണ്ട ആളുകളൊക്കെ മെസ്സേജ് അയക്കുക, കോൺടാക്റ്റ് ചെയ്യാം. ഓക്കെ, ശരി. ഓക്കെ, ബൈ.